السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയരായ ഉസ്താദ് ഇസ്ഹാഖ് ഫൈസി, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച പ്രതിഭാധനനായ പണ്ഡിതൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഐബുൽ ഹൈത്തമി, വേദിയിലെ ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഈ മഹാസദസ്സിനെ മനോഹരമാക്കുന്ന ബഹുമാന്യരായ മഹല്ല് കാരണവന്മാർ, രക്ഷിതാക്കൾ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും വലിയ വലിയ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇത്രയും മനോഹരമായ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള എടക്കര മേഖല SKSSFൻ്റെ ഈ സമ്മേളനം എന്തുകൊണ്ടും അഭിനന്ദനീയമാണ്. ഈ വലിയ ആൾക്കൂട്ടം വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇത്തരമൊരു മഹാദൗത്യം ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും മുന്നോട്ട് വന്ന ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സംരംഭത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ പണ്ഡിതോചിതമായ മികച്ച പ്രഭാഷണങ്ങളും ഉപദേശങ്ങളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ട ഒരു സന്ദർഭമാണിത്. വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ രൂപം കൊള്ളുകയും നിരന്തരമായ അതത് കാലഘട്ടത്തിനനുസൃതമായ പ്രവർത്തനങ്ങളിലൂടെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ്യതയും അംഗീകാരവും നേടിയെടുത്തുകൊണ്ട് ഇന്നതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കലും പ്രബോധനം ചെയ്യലുമാണ്. അതോടൊപ്പം അതിനെതിരായി വരുന്ന ആശയങ്ങളെ, ആശയ പ്രചാരണങ്ങളെ നിയമവിധേയമായും ഫലപ്രദമായും പ്രതിരോധിച്ചുകൊണ്ട് വിശ്വാസികളുടെ ഈമാനും അമലും കാത്തു സൂക്ഷിക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ ആദർശ സമ്മേളനങ്ങളും മറ്റു പരിപാടികളുമൊക്കെ സാധാരണ നടക്കുമ്പോൾ സമൂഹത്തിൽ നിരന്തരമായി ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ള സംഘടനകളുടെയും ആശയ പ്രചാരകരുടെയും ഒക്കെ കുറ്റവും കുറവും പോരായ്മകളൊക്കെ പറയുക എന്നല്ലാതെ ഈ ദീനീ പ്രബോധന മേഖലയിൽ ക്രിയാത്മകമായി, നിർമ്മാണാത്മകമായിട്ട് എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തിട്ടുള്ളത്? അത്
ഇവിടെ കാണുന്ന മദ്രസകളുടെയും പള്ളികളുടെയും മഹല്ലുകളുടെയും മറ്റു സ്ഥാപന സംവിധാനങ്ങളുടെയും ഒക്കെ എണ്ണവും കണക്കും എന്നതിനേക്കാളൊക്കെ അപ്പുറം ഇവിടെയുള്ള ദീനീ വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പിക്കപ്പെടുന്ന പരിശീലിപ്പിക്കപ്പെടുന്ന എല്ലാ നന്മകളും അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിലും രക്ഷാകർതൃത്വത്തിലുമായിരിക്കണമെന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഏകകണ്ഠമായ ഒരു തീരുമാനമാണ്. അതിന്റെ കാരണം പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ, ദീൻ മനസ്സിലാക്കാൻ, ദീൻ ഉൾക്കൊള്ളാൻ, അത് സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് ലഭ്യമാകാൻ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അവലംബമാക്കിയാൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് ഇവിടുത്തെ ശരാശരി മുസ്ലിമിന്റെ ഒരു വിശ്വാസവും ബോധ്യവുമാണ്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ് നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കും സാധിച്ചത്. നമ്മളറിയണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ ആദ്യത്തെ പോഷക സംഘടന എന്ന നിലയിൽ മദ്രസ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇന്ന് 10,936 മദ്രസകളിലായി 11,44,078 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മദ്രസകൾക്കൊക്കെ ഇതൊക്കെ സമസ്തയുടേതാണ് എന്ന് അവകാശപ്പെടാൻ കാരണമെന്ത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഞാനതിന് പറയാം. ഇങ്ങനെ 11 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ദീനീ വിദ്യാഭ്യാസം പഠിക്കുന്ന സ്ഥിരമായൊരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ മദ്രസയുടെ എണ്ണവും മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും ഒരുപക്ഷെ ഇതിനേക്കാൾ വർദ്ധിപ്പിക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മദ്രസയിലേക്ക് എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും വരാൻ, എല്ലാ രക്ഷിതാക്കളും അവരുടെ വിദ്യാർത്ഥികളെ ചേർക്കാൻ, എല്ലാവർക്കും പഠിക്കാൻ സൗകര്യപ്രദമായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പാഠ്യപദ്ധതിയും സിലബസുമാണെങ്കിൽ ഒരുപക്ഷെ സമസ്തയുടെ മദ്രസയുടെ എണ്ണം ഇനിയും വർദ്ധിക്കും, കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കും. ഇവിടുത്തെ മറ്റു അവാന്തര വിഭാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകൾ അവർ പറയും ഈ മദ്രസകളും നമുക്ക് നടത്തേണ്ട, സാമ്പത്തികമായ ചെലവൊന്നുമില്ലാതെ തന്നെ സമസ്തയുടെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചാൽ മതി. പക്ഷെ അവർക്കൊന്നും സ്വീകാര്യമായ രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയല്ല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിച്ചത്. അതിന്റെ അർത്ഥം കുഞ്ഞുനാളുകൾ തന്നെ കുട്ടികൾ പഠിക്കേണ്ട ദീൻ, ആ ദീനീ വിദ്യാഭ്യാസം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശത്തിലായിരിക്കണമെന്ന കണിശമായ ഒരു സമീപനമാണ്. പ്രാഥമികമായ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം നിസ്കരിക്കാനും നോമ്പ് നോക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും പ്രാഥമികമായ മതപരമായ അറിവുകൾ മാത്രം മതി എന്നൊരു ധാരണയോടുകൂടി എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നൊരു മദ്രസ സംവിധാനമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമസ്തയുടെ മദ്രസകളുടെയും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും എണ്ണത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചിന്തിച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായൊരു പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ആ പാഠ്യപദ്ധതി പ്രകാരം പഠിപ്പിക്കാൻ കഴിയുന്നൊരു മദ്രസ സംവിധാനം ഒരുക്കിയാൽ മാത്രമേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നേർരൂപമനുസരിച്ചുകൊണ്ട് ദീൻ പഠിക്കാനും പരിശീലിപ്പിക്കാനും ആ തർബിയത്തിൽ വളരുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഈ മദ്രസ സംവിധാനങ്ങൾക്ക് അടുത്ത കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അഥവാ നമ്മുടെ നാടുകളിലൊക്കെ സ്വകാര്യ സ്കൂളുകൾ വർദ്ധിച്ചു വന്നപ്പോൾ പലപ്പോഴും മദ്രസയിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നു. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോഴേക്ക് സ്കൂളിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ മദ്രസയിൽ നിന്നിറങ്ങി സ്കൂൾ ബസിന്റെ സമയമനുസരിച്ചുകൊണ്ട് മദ്രസ പഠനം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട്. സ്വാഭാവികമായും കുട്ടികൾ മദ്രസയിലും പഠിക്കുന്നുണ്ട്, സ്കൂളിലും പഠിക്കുന്നുണ്ട്. പക്ഷേ മദ്രസ വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നില്ല. ഇങ്ങനെ അവസ്ഥ വന്നപ്പോഴാണ് ഇവിടെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ
കേവലം മോറൽ ക്ലാസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒരു ഉസ്താദിനെ കൊണ്ടൊരു പ്രസംഗം ചെയ്യിപ്പിച്ച് അവിടെയും മദ്രസ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് ലഭ്യമാകേണ്ട യഥാർത്ഥ ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അസ്മി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപം നൽകി. ഇന്ന് അത് തുടക്കം കുറിച്ചിട്ട് 2-3 വർഷമേ ആയുള്ളൂ. 353 സ്കൂളുകൾ ഈ സംവിധാനത്തിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 26,000-ലധികം വിദ്യാർത്ഥികൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണത്തേക്കാൾ പുറമെയാണിത്. അതിനു പുറമെ ഇവിടെയും പഠിക്കാൻ കഴിയാതെ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾക്ക് മദ്രസകൾ ലഭ്യമല്ല, സ്കൂളുകളിൽ മദ്രസ വിദ്യാഭ്യാസവും ലഭ്യമല്ല. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വീണ്ടും ഒരു പദ്ധതിയായിട്ട് വന്നു. ഇ ലേണിംഗ് മദ്രസ എന്ന് പറയുന്ന ഒരു സംവിധാനം. ഓൺലൈനിലൂടെ മദ്രസ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപം നൽകി. ഇത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഇല്ലാത്ത ലോകത്തുള്ള ഏത് പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു സംവിധാനമായിട്ടാണ് ആരംഭിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ലക്ഷദ്വീപിലും നമ്മുടെ ദാർഹുദയുടെ ഹാദിയ സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മെല്ലെ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ മദ്രസ സംവിധാനങ്ങളുണ്ട്. പക്ഷേ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോഴാണ് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ ലോകം തന്നെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം നമ്മുടെ മുമ്പിൽ എത്തുന്നത്. ഇ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോ ഇന്ന് ലോകത്തെ 27 രാജ്യങ്ങളിൽ, ഞാനിത് അതിശയോക്തിക്ക് വേണ്ടി പറയുന്നതല്ല, ലോകത്തെ 27 രാജ്യങ്ങളിൽ ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ മദ്രസയിൽ ഇ ലേണിംഗ് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ ജീവിതത്തിൽ കേരളം കാണാത്തവരാണ്, ജീവിതത്തിൽ ഇന്ത്യയിലേക്ക് വരാത്തവരാണ്, മലയാള ഭാഷ പോലും അറിയാത്തവരാണ്, ഇന്ത്യയെ കുറിച്ച് പരിചയമില്ലാത്തവരാണ്. പക്ഷെ അവർക്കൊന്നറിയാം, പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ അറിവ് പകരാനും പകർത്താനും തർബിയത്ത് ലഭിക്കാനും കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട്. കേരളത്തിൽ അവിടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ജംഇയ്യത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതവിദ്യാഭ്യാസ സംവിധാനമുണ്ട്. ആ മതവിദ്യാഭ്യാസ സംവിധാനം ലോകത്തിന് തന്നെ കിടയറ്റ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണെന്ന് ലോകത്ത് നേരത്തെ പരിചയമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആ ഇ ലേണിംഗ് മദ്രസ ആരംഭിച്ചപ്പോ ഇന്ന് ലോകത്തെ 27 രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇ ലേണിംഗ് മദ്രസകൾ വിപുലമായി ഇന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ്, അഥവാ നമ്മുടെ വീട്ടിൽ പിറക്കുന്ന ഒരു കുഞ്ഞിന് പോലും ദീനീ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത ഒരു സാഹചര്യവും ഇല്ലാതിരിക്കാൻ വേണ്ടി അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, അതല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിൽ അത് പഴുതടച്ചുകൊണ്ട് ആർക്കും ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകരുത് എന്ന കണിശമായ താല്പര്യത്തോടു കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ ഇത്തരം ഒരു സംവിധാനം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അതേപോലെ പ്രീ സ്കൂളുകൾ നടത്തും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയും പോഷക സംഘടനകളും നേരിട്ട് നടത്തുന്ന, അതിന്റെ മറ്റു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ താല്പര്യം? നമ്മൾ അറിയേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്നത് ഈ രാജ്യത്തെ മൗലികമായ അവകാശമാണ്. വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ പൗരന്മാർക്കും ഈ പ്രായപരിധിയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് നിയമം. അത് വിദ്യാർത്ഥിയുടെ മൗലികമായ അവകാശമാണ്. അങ്ങനെ സൗജന്യമായി വിദ്യാഭ്യാസം നൽകാമെന്ന മൗലികമായ അവകാശം ഉണ്ടായിരിക്കെയാണ്
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഉസ്താദുമാരും കാരണവന്മാരും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൂടെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയത്. എന്തിനാണത്? സൗജന്യമായിട്ട് സർക്കാർ തന്നെ വിദ്യാഭ്യാസം നൽകുന്ന ഒരു നാട്ടിൽ ആ വിദ്യാഭ്യാസ സംവിധാനം നമ്മൾ കുറച്ചുകൂടി കുട്ടികളെ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ വളർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി എത്ര കോടികൾ ചെലവഴിച്ചാലും എത്ര ത്യാഗം ചെയ്താലും എത്ര അധ്വാനിച്ചാലും വേണ്ടില്ല, മതബോധമുള്ള ആവശ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന താല്പര്യത്തിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പരിശുദ്ധമായ ദീനിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് തർബിയത്ത് ലഭ്യമാക്കിക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിൽ തലമുറകൾ മാറി മാറി വന്നാലും നിലനിൽക്കണം എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ്. ഈ കണിശവും സൂക്ഷ്മമായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ വിദ്യാഭ്യാസ രംഗത്ത് ആദർശപരമായി അത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന കണിശമായ ഒരു താല്പര്യം ഉണ്ടാകുന്നത്. അതെവിടെയെങ്കിലും കയ്യേറിയിട്ട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുലമക്കൊരു മേധാവിത്വം ഉണ്ടാകണമെന്ന ഒരു അഹങ്കാരയുടെ ഭാഗമായിട്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് എല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലാകണം എന്ന അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടല്ല. പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആദർശപരമായി വഴിതെറ്റി സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന അപകടകരമായ കാഴ്ചകൾ നമ്മൾ ഇന്ന് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മതേതര യുക്തിവാദികൾ സമൂഹത്തിൽ കടന്നു വരുമ്പോ മതയുക്തിവാദികളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. നമ്മൾ ലിബറലിസത്തെ കുറിച്ച്, യുക്തിവാദികളെ കുറിച്ച്, നിരീശ്വരവാദികളെ കുറിച്ച് പറയാറുണ്ട്. അവരാരാണ്? അവർ ദൈവനിഷേധികളാണ്, അവർ മതനിഷേധികളാണ്. പക്ഷേ ആ ദൈവനിഷേധികളെ കുറിച്ചും മതനിഷേധികളെ കുറിച്ചും അത്തരം നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളെ കുറിച്ചും ജാഗ്രത പാലിക്കുമ്പോ, അതിനെതിരായ നിരന്തരമായ ബോധവൽക്കരണം നടത്തുമ്പോ വിശുദ്ധമായ ഖുർആനും ഹദീസും അതേപോലെയുള്ള പ്രമാണങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹദീസ് നിഷേധിക്കുന്ന, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, മതത്തിന്റെ പ്രമാണങ്ങളെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ നിക്ഷിപ്തമായ താല്പര്യത്തിന് വേണ്ടി മതത്തിന്റെ പ്രമാണങ്ങളിൽ കൈകടത്തുന്ന അപകടകരമായ മതയുക്തിവാദവും നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നു എന്ന് കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് മതയുക്തിവാദമാണെങ്കിലും മതേതര യുക്തിവാദമാണെങ്കിലും ബിദ്അഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും ലിബറലിസം ആണെങ്കിലും ഇത് നമ്മുടെ വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന അപകടകരമായ ആശയമാണെന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിസ്കാരം പഠിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ഖുർആൻ പാരായണം ചെയ്താൽ പഠിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ഖുർആൻ വ്യാഖ്യാനിച്ചാൽ പോരാ, അത് ദീനിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി പ്രാമാണികമായ പണ്ഡിതന്മാർ എങ്ങനെയാണ് പരിശുദ്ധമായ മതത്തെ, ദീനിനെ ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും അതേ പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ തന്നെ ഈ സമൂഹം മുന്നോട്ട് പോകണമെന്ന കണിശമായ താല്പര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ ഇങ്ങനൊരു താല്പര്യം എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. അതിനുവേണ്ടി സ്ഥാപിച്ചൊരു സംഘടന, അതിനുവേണ്ടി മാത്രം സ്ഥാപിച്ചൊരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുലമ സ്ഥാപിച്ചത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പ്രചാരണത്തിനും അതിനെതിരായി വരുന്ന ആശയങ്ങളെ പ്രതിരോധിക്കാനുമാണ്. അതാണ് ഇതിന്റെ പ്രഥമമായ അജണ്ടയും ലക്ഷ്യവും. ബാക്കിയൊക്കെ അതിനനുബന്ധമായി വരുന്നതാണ്. സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുലമ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട അതിനാണല്ലോ. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന അതിന്റെ സ്ഥാപനങ്ങളിൽ, സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന മഹല്ലുകളിൽ, സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന മദ്രസ സംവിധാനങ്ങളിൽ, സമസ്ത കേരള ജംഇയ്യത്തുലമയെ മതപരമായി അംഗീകരിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളിലെല്ലാം എന്തു വേണം? അവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമ വിഭാവന ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് പുതിയൊരു ചില കാഴ്ചപ്പാടുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സങ്കുചിതമായ വീക്ഷണമൊന്നും കൊണ്ടു നടക്കാൻ പാടില്ല. സങ്കുചിതമായ വീക്ഷണമാണ്. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, സുന്നികൾ പറയുന്നത് മാത്രമാണ് ശരി. എന്താ അവിടെ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമികൾ, തബ്ലീഗ് ജമാഅത്തുകൾ,
എല്ലാവരും മുസ്ലിങ്ങളല്ലേ, എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരല്ലേ, എല്ലാവരും ഹദീസ് ഉദ്ധരിക്കുന്നവരല്ലേ, എല്ലാവരും മുസ്ലിങ്ങളല്ലേ, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ട കാലമാണെന്ന് ഇപ്പോഴാണ് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ എത്രയോ പതിറ്റാണ്ട് മുമ്പ് ഈ സമൂഹത്തോട് അത് വിളിച്ചു പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 980കളിൽ ശരീഅത്ത് വിവാദ കാലത്ത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ് ശരീഅത്ത് വിവാദ കാലത്ത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചുള്ള മുന്നേറ്റങ്ങൾക്ക് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്തത്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വിശ്വാസപരമായ കർമ്മപരമായ കാര്യത്തിൽ മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ദിശ നിർണയിച്ചു കൊടുക്കേണ്ടത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരാണ്. ആ കണിശമായ സ്വഭാവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം, ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന്റെ പ്രവർത്തനങ്ങളെ തുടക്കം കുറിച്ച കാലത്ത് തന്നെ ഇതേപോലെ തെക്കൻ തിരുവിതാംകൂറിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള, ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരായ പല പണ്ഡിതന്മാരും ആ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണങ്ങളും പ്രബോധനങ്ങളുമായിട്ട് പോയിരുന്നു. അവരുടെയൊക്കെ പരലോകത്ത് ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നിരന്തരമായി അവർക്ക് ഇവിടെയൊക്കെ മലബാറിലൊക്കെ അത്തരം പ്രബോധന പ്രവർത്തനങ്ങളുമായി നടക്കുന്ന പോലെ സ്വാഭാവികമായും ഗതാഗത സൗകര്യം വേണ്ടത്ര ഇല്ലാത്ത, ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത അക്കാലത്ത് അവിടെ അത്തരം പ്രചരണങ്ങളും പ്രബോധനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പരിമിതികളുണ്ടായിരുന്നു. ആ കാലത്ത് അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഈ ദക്ഷിണ കേരളത്തിൽ ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി തരണം. നിങ്ങൾ ആലോചിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ, പ്രചാരണം നടത്താൻ, പ്രബോധനം നടത്താൻ, ബിദഅഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെക്കൻ കേരളത്തിൽ ഒരു സുന്നത്ത് ജമാഅത്ത് സംഘടനാ പണ്ഡിത സഭ ഉണ്ടാക്കി തരണം. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളോട് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഇന്നും തെക്കൻ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന, നിരവധി മദ്രസകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, വളരെ പ്രമുഖമായ ദീനീ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവും പണ്ഡിതനുമായിരുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരാൻ നവ്വറല്ലാഹു മർക്കദ. ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. അപ്പൊ നമ്മൾ അതിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ ഒരു പണ്ഡിതന്റെ അധ്യക്ഷതയിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ ആദർശപരമായ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്? ഞാൻ ആ സംഘടന ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ അതിന്റെ പല സംഘടനാ പ്രവർത്തകരുമായിട്ടും അതിന്റെ യുവജന നേതാക്കളുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരും സംസാരിക്കുന്നവരുമാണ്. പക്ഷേ ഒരു സംഘടന ആദർശപരമായ കാര്യത്തിൽ സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു പരിണിതിയെക്കുറിച്ച് ഉദാഹരണം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയ പ്രചരണത്തിനു വേണ്ടിയും അതിനെതിരായി വരുന്ന ബിദഅഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ കാർമ്മികത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പിൽക്കാലത്ത് അവര് പോലും അറിയാതെ ആ സംഘടനയുടെ സ്ഥാപനങ്ങളിലൂടെ, സംവിധാനങ്ങളിലൂടെ ബിദഅഈ പ്രസ്ഥാനക്കാർ നുഴഞ്ഞു കയറുന്നത് വേണ്ടത്ര ശ്രദ്ധിക്കാനോ കാണാനോ പഴുതടക്കാനോ അവർക്ക് സാധ്യമായില്ല. പിൽക്കാലത്ത് പലപ്പോഴും തബ്ലീഗ് ജമാഅത്തിന് ഒരു ബിദഅഈ പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായി പറയാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം ആ സംഘടന വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. ഇന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ തബ്ലീഗ് ജമാഅത്ത് ഒരു ബിദഅഈ പ്രസ്ഥാനമാണെന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപിതമായ നിലപാട് പരസ്യമായി പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. എല്ലാവർക്കുമില്ല, പക്ഷെ പലർക്കുമുണ്ട്. സംഘടിതമായി ആ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. 992 ശേഷം NDF പോലെയുള്ള സംഘടനകൾ വന്നു. അതും തെക്കൻ കേരളത്തിൽ വളരെ ശക്തമായി പല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മലബാറിൽ അത്തരം പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലത്ത് തന്നെ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പോഷക സംഘടനകൾ അത്തരം തീവ്രവാദ പ്രവണതകൾക്കെതിരായ ശക്തമായ പ്രതിരോധം തീർത്തു. മലബാറിൽ വേണ്ടത്ര വേരോട്ടമോ സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ ആ സംഘടനകൾക്ക് സാധിച്ചില്ല. പക്ഷേ തെക്കൻ കേരളത്തിൽ ഇത്തരം ഒരു അപകടകരമായ സാഹചര്യം ഉയർന്നു വരുമ്പോ, ചെറുപ്പക്കാർക്കിടയിൽ ഈ അപകടകരമായ ആശയ പ്രചരണങ്ങൾ വരുമ്പോ അതിനെ കൃത്യമായി നിരീക്ഷിക്കാനും തിരിച്ചറിയാനും പ്രതിരോധിക്കാനും സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനെ പ്രതിരോധിക്കാനും ആ ആളുകൾക്ക് സാധ്യമായില്ല. പിൽക്കാലത്ത് എന്താ സംഭവിച്ചത്? ആ പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പണ്ഡിത സഭയായിട്ട് ഇമാംസ് കൗൺസിൽ രൂപീകരിച്ചു. ഈ സംഘടനയുമായിട്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു ബന്ധവുമില്ല. പക്ഷേ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അത്തരം ഒരു സംഘടനാ സംവിധാനത്തിനെതിരായ ശക്തമായ ജാഗ്രത പാലിക്കാത്തുകൊണ്ടും നിരന്തരമായി അതിനെ പ്രതിരോധിക്കാൻ അവിടെ അണികളെയും പ്രവർത്തകരെയും മഹല്ല് സംവിധാനങ്ങളെയും പ്രാപ്തമാക്കാത്തതുകൊണ്ട് പലയിടത്തും ഇത്തരം സംഘടനാ സംവിധാനം നുഴഞ്ഞു കയറി എന്ന് മാത്രമല്ല, ഇമാംസ് കൗൺസിലിന്റെ ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റിനെ ആയിരുന്നു. ആ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് അവർ പോലും അത്ഭുതപ്പെടുന്നത്, നമ്മുടെ സംഘടനക്കകത്ത് ഇത് ഇത്രമാത്രം സ്വാധീനം നേടിയോ എന്ന്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു നിശ്ചിതമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടന രൂപീകരിക്കുകയും ആദർശം പ്രചരിപ്പിക്കുകയും ആദർശത്തിനെതിരായി വരുന്ന നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ച് പഴുതടച്ച് ഭദ്രതയുള്ള ഒരാദർശ സമൂഹമാക്കി വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് ഒരു നേതൃത്വം പരാജയപ്പെട്ടാൽ സംഭവിക്കാവുന്ന അപകടകരമായ സാഹചര്യം ഇതാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടാകാൻ പാടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇത് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരം ചേർന്നുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടൊരു സങ്കര സംസ്കാരമായിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തുടക്കം കുറിക്കൊരു കാലഘട്ടമാണ്. ഇതിനെതിരെ കൃത്യമായ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ സംഘടനകളുടെ ദുരനുഭവം നമ്മളെയും കടന്നു വരും. അതുകൊണ്ട് ആദർശപരമായ ഭദ്രത നിലനിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് മഹല്ല് സംവിധാനങ്ങളിൽ ആ ഭദ്രത നിലനിൽക്കണം, മദ്രസ സംവിധാനങ്ങളിൽ ആ ഭദ്രത നിലനിൽക്കണം, വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർസുകളിലും അറബി കോളേജുകളിലും ആ ഭദ്രത നിലനിൽക്കണം. ആദർശപരമായ ഭദ്രത നിലനിർത്തുക എന്ന് പറയുന്നത് അത് സംഘടനാ സങ്കുചിത്വമല്ല. അത് സംഘടന ഒരാദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ നേതൃത്വത്തിനും അനുയായികൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ സ്വഭാവ ഗുണമാണ് ഇത് നാം തിരിച്ചറിയണം. ആ സ്വഭാവ ഗുണത്തിൽ നാം പിറകോട്ട് സഞ്ചരിച്ചാൽ, ആ സ്വഭാവ ഗുണത്തിൽ നമ്മളെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ, മഹല്ല് ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികൾ പിറകോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പുതിയൊരു സങ്കര സംസ്കാരം വളരലാണ്. ഈ സങ്കര സംസ്കാരം വളർന്നാൽ പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ല. അത് നമ്മുടെ സംഘടനാപരമായ ഒരു ഭീഷണിയായിട്ടല്ല ഞാൻ കാണുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാ എന്ന് പറയുന്ന ആദർശത്തിന് വരുന്ന ഭീഷണിയാണ്. ആദർശത്തെ സംരക്ഷിക്കാൻ, ആദർശത്തിനെതിരായി വരുന്ന ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ പ്രാദേശിക തലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അന്ധമായ ബിദഅി പ്രസ്ഥാനങ്ങളോട് വിരോധം കൊണ്ടല്ല ഈ പറയുന്നത്. ബിദഅി പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കട്ടെ, അവരുടെ പ്രവർത്തന വീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. ഒരു ഭാഗത്ത് മതനിഷേധികൾ ഒരു ഭാഗത്ത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്തും മതത്തിനകത്ത് ഇത്തരത്തിലുള്ള ബിദഅി പ്രസ്ഥാനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മതയുക്തിവാദികൾ കടന്നു വന്ന് മതത്തിന്റെ മേലങ്കി അണിഞ്ഞ മതപാണ്ഡിത്യമുള്ള മതത്തിന്റെ ബിരുദം നേടിയിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഈ മതത്തെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പുതിയ തരം ലിബറലിസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന അപകടകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് 1-2 ആഴ്ച ഞാൻ പുറത്ത് ദുബൈയിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ഒരു മലയാളി സുഹൃത്ത്, അദ്ദേഹം ഡൽഹിയിൽ പഠിച്ച അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. മതബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി, മതബിരുദം, ഈ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതികൾ എത്രത്തോളം എവിടെയെല്ലാം ബാധിക്കുന്നു എന്നതിന്റെ അപകടകരമായ സൂചനയാണ്. മതപാണ്ഡിത്യമുള്ള ഒരു വിദ്യാർത്ഥി അവിടെയുള്ള കേന്ദ്ര സർവകലാശാലകളിലൊക്കെ വർഷങ്ങളോളം പഠനം നടത്തി, അക്കാഡമിക രംഗത്തൊക്കെ മികവ് പുലർത്തി, ഉന്നത തലങ്ങളിലെത്തി. അതിനിടയിൽ ആ പഠനത്തിനിടയിൽ ആ വിദ്യാർത്ഥി അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി.
ആ പ്രണയം മൂർച്ഛിച്ചു. അങ്ങനെ ആ പ്രണയവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ 4 വർഷക്കാലം ഇവർ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചു എന്നാണ്. 4 വർഷക്കാലം 4 വർഷക്കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചതിന് ശേഷം 2 മാസം മുമ്പാണ് അത്ര നിക്കാഹ് കർമ്മം നിർവഹിച്ചത്. നിങ്ങൾ ആലോചിക്കണം, മതബിരുദം നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി 4 വർഷക്കാലം ലിവിങ് ടുഗദറായി ജീവിച്ചു എന്ന് വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? മതയുക്തിവാദം, മതത്തിന്റെ പേരിലുള്ള ലിബറലിസം ഏത് തലങ്ങളിലേക്ക് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപമായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന എന്ത് സങ്കര സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെന്റെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, നമ്മുടെ സ്ഥാപന ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകർ, നാട്ടിലെ ഉലമാക്കൾ, ഉമറാക്കൾ അതിനെതിരെ ജാഗ്രത പാലിക്കണം. കാരണം അതിനെതിരെ ജാഗ്രത പാലിക്കാനും അതിനെതിരായ നിരന്തരമായ ബോധവൽക്കരണം നടത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉമ്മത്തിനെ പ്രാപ്തമാക്കിയിട്ട് ആ തർബിയത്തോടുകൂടി ജീവിക്കാൻ അവരെ പ്രാപ്തമാക്കാനുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യമാണ് ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഘടന ഇത്തരം ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ മറ്റേത് ചാപ്പകുത്തി വിമർശിക്കാൻ ശ്രമിച്ചാലും അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളോ കള്ളപ്രചരണങ്ങളോ നടത്തിയത് കൊണ്ടൊന്നും ഇതേപോലെയുള്ള ഈ സംഘടന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ വളർന്നു വന്ന സ്ഥാപനങ്ങളാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും അവിടെയെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പാഠ്യപദ്ധതികളും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും വളർന്നു വരേണ്ടത് ഈ ആദർശത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമിനകത്തായിരിക്കണമെന്ന് സമസ്തക്ക് നിർബന്ധിച്ചുകൂടെ? സമസ്തക്ക് അത് പറയാൻ അവകാശമില്ലേ? ആ ദൗത്യം മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ളൂ. നമുക്കറിയാം, CAC-യുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായി. തുക പ്രശ്നം എന്താണ്? അവിടെ ഒരു അധികാരവും പ്രയോഗിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നിട്ടില്ല. ആകെയുള്ള പ്രശ്നം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ വളർന്നു പന്തലിച്ചൊരു വിദ്യാഭ്യാസ സംവിധാനം ഒട്ടും നമ്മൾ അതിനെ ചെറുതാക്കി കാണുന്നില്ല. നല്ല സംവിധാനമാണ്, ഇനിയും മുന്നോട്ട് വരേണ്ടതാണ്, മികവ് പുലർത്തേണ്ടതാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തുകൊണ്ട് ആളുകളുടെ അടുത്ത് നിന്ന് പണം പിരിച്ചും കുട്ടികൾക്ക് പ്രവേശനം നൽകിയും വിദ്യാഭ്യാസവും ഒരുക്കിയും കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനം. ആ സംവിധാനം വളർന്ന് പന്തലിച്ച് ആളും അർത്ഥവും സംവിധാനമൊക്കെ ആയപ്പോ സമസ്തക്ക് ഒരു റോളുമില്ല, ഇത് സ്വന്തം എൻറ്റിറ്റിയാണെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ അത് ന്യായമാണോ? നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക, അത് ന്യായമാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ വളർന്നു വന്നൊരു സംവിധാനം, ആ മേൽവിലാസത്തിൽ വളർന്നു വന്ന സംവിധാനം അതിന്റെ മേൽവിലാസവും തണലും ഉപയോഗിച്ചുകൊണ്ട് വളർന്ന് പന്തലിച്ച് ഒരു വളർച്ചയുടെ ഘട്ടം പൂർത്തിയാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ അതിന്റെ ഭരണഘടന മാറ്റം വരുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇടപെടാൻ ഒരു അവകാശവും ഇല്ലാത്ത വിധം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തെങ്കിലും നിർദ്ദേശം നൽകി കത്തുകൾ അയച്ചു കഴിഞ്ഞാൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് മറുപടി അയക്കുന്നു. ഇത്തരം ഒരു പ്രവണത വരുമ്പോ സ്വാഭാവികമായിട്ടും ആദരണീയരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇടപെടുന്ന സമീപനം സ്വീകരിച്ചു. അവരത് പല രീതിയിൽ പരിഹരിക്കാൻ ശ്രമം നടത്തി. ഇപ്പോഴും പരിഹാര ശ്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് സങ്കീർണമാക്കുന്നില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നേതാക്കളെ ആക്ഷേപിക്കാനും നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇന്നും ശ്രമങ്ങൾ നടക്കുന്നതുകൊണ്ട് അതിന്റെ മറുവശം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തെറ്റിദ്ധാരണ നടക്കുന്നതുകൊണ്ട്, തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട്, അതിന്റെ മറുവശം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ, നമ്മുടെ പാപങ്ങളായ ഉസ്താദുമാർ ക്ഷമിച്ചും സഹിച്ചും ഒരു സമൂഹത്തിൽ അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല, അതിന് സമൂഹത്തിൽ പോറലേൽക്കാൻ പാടില്ല, അതിന്റെ പേരിൽ സമൂഹത്തിൽ പുതിയൊരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി കൊല്ലങ്ങളോളം ക്ഷമിച്ച പാരമ്പര്യമാണ് സമസ്തക്കുള്ളത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളും സമസ്ത തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകർ പറയാറുണ്ട്. സമസ്ത അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം വരണമെങ്കിൽ 2 കൊല്ലം വേണം, 3 കൊല്ലം വേണം എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ സമസ്തയുടെ ദൗർബല്യമായിട്ടാണ് പലരും കാണാറുള്ളത്. പക്ഷെ ദൗർബല്യമല്ല,
നമ്മുടെ സൂക്ഷ്മശാലികളായ ഉസ്താദുമാർ അവർ ക്ഷമിച്ചും സഹിച്ചും നിരന്തരമായി എങ്ങനെയെങ്കിലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വല്ല വഴിയുമുണ്ടോ എന്ന് നിരന്തരം ആരാഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകരുത്. അതിന്റെ പേരിൽ മഹല്ലുകളിൽ ചേരിതിരിവുണ്ടാകാൻ പാടില്ല. അതിന്റെ പേരിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി എത്രയും ക്ഷമിക്കാൻ നമ്മുടെ ഉസ്താദുമാർ നേതാക്കൾ തയ്യാറാണ്. ഈ കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടായത്. സംഘടനാപരമായ ഒരു നടപടിക്രമമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ CAC പ്രശ്നമുള്ളൂ. ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സമസ്ത കേരള ജമിയത്തിലും അതിന് മുതിർന്നില്ല. സമസ്ത കേരള ജമിയത്തിലും ആദരണീയരായ സാദാത്തുക്കളുമായിട്ടും സമുദായ നേതാക്കളുമായിട്ട് നിരന്തരമായി ചർച്ച നടത്തി, നിരന്തരമായി അത് പരിഹരിച്ചു. അതൊക്കെ ഈ സമുദായത്തിന്റെ ഒരു വലിയ അസറ്റായിട്ട് ഇനിയുള്ള കാലവും മുന്നോട്ട് പോകണം. അപ്പൊ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം എന്താണെന്നതിനെ കുറിച്ചുള്ള നിരന്തരമായ ചർച്ച നടക്കുമ്പോഴും മറുഭാഗത്ത് വളരെ മോശമായ പ്രതികരണങ്ങൾ ഉണ്ടായി. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. സമസ്തയോട് പറയാൻ പാടില്ലാത്ത, സമസ്തയുടെ ആദരണീയരായ ഉസ്താദുമാരോട് പറയാൻ പാടില്ലാത്ത, സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മഹത്തായ 98 വർഷം പഴക്കമുള്ള ഒരു മഹത്തായ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട്, അതിന് നേതൃത്വത്തോട് ചെയ്യാൻ പാടില്ലാത്ത പല സമീപനങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും ഉസ്താദുമാർ എന്താ ചെയ്തത്? എങ്ങനെയെങ്കിലും പരിഹരിക്കണം, എങ്ങനെങ്കിലും ഇത് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. സമസ്ത കേരള ജമിയത്തുലമയുടെ പ്ലാറ്റ്ഫോമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കയറി നിന്നിട്ട് ഇതൊക്കെ നമ്മുടെ സംവിധാനമാണ്, സമുദായത്തിന് ഗുണകരമാകട്ടെ എന്ന വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത്. ആ വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള സമുദായ നേതാക്കൾ, അവരെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി ഒരു പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി. ഒരു 9 പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുല ഇവര് 3 കൂട്ടരും അംഗീകരിച്ചു. അതാണ് എന്റെ പ്രത്യേകത. ഈ CAC പ്രശ്നം രമ്യമായി പരിഹരിക്കാനും വേണ്ടി ആദരണീയരായ സമസ്തയുടെ ആലിമീങ്ങൾ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവരൊക്കെ ഒരുമിച്ചിരുന്നുണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്ന പരിഹാര ഫോർമുല സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറയിൽ അംഗീകരിച്ചു. മുഷാവറ അത് സ്വീകരിച്ചു, അംഗീകരിച്ചു. കാരണം ഈ 3 വിഭാഗവും ഒരുമിച്ചിരുന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ 2 അഭിപ്രായത്തിന് പ്രസക്തിയില്ല. സമുദായത്തിന്റെ മുഖ്യധാര എന്ന് വേണമെങ്കിൽ അതിന് വിളിക്കാം. സമസ്തയുടെ മുഷാവറ ഐക്യകണ്ഠേന അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സമസ്ത അംഗീകരിച്ചു, ഇനി ഇത് CACയുടെ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു. CACയുടെ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു. പിന്നെ സമസ്തയും CAC സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് പുറത്ത് എല്ലാം ക്ഷമിച്ച് നമുക്കൊറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിന് നമ്മുടെ നേതാക്കൾ നേതൃത്വം കൊടുത്തു. സമസ്ത ആ ഫോർമുല ഐക്യകണ്ഠേന അംഗീകരിച്ചു. CACയുടെ സെനറ്റ് കൂടി ആ ഫോർമുല അംഗീകരിച്ച് അത് സമസ്തയുടെ മുഷാവറക്ക് രേഖാമൂലം കൈമാറിയാൽ ആ വിഷയം അതോടുകൂടി പൂർത്തിയായി. എല്ലാവരും സന്തോഷഭരിതമായ നമ്മുടെ ഊർജവും സമയവും മറ്റു കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടിയും പുരോഗതിക്കു വേണ്ടിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം മഹല്ലുകളിൽ പ്രശ്നമില്ല, സ്ഥാപനങ്ങളിൽ പ്രശ്നമില്ല. ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മികച്ച ഫോർമുല ഉണ്ടാക്കി സമസ്ത അത് അംഗീകരിച്ചു. CACയുടെ സെനറ്റ് അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞു. CACയുടെ സെനറ്റ് അത് അംഗീകരിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പക്ഷേ അതിന്റെ രേഖ സമസ്ത മുഷാവറക്ക് കൈമാറിയപ്പോ ആ രേഖയിൽ മധ്യസ്ഥന്മാർ എന്താണ് എഴുതി വെച്ചിരുന്നത്, ആ എഴുതി വെച്ചതിന് നേർ വിപരീതമായി എഴുതിയിട്ടാണ് മുഷാവറക്ക് നൽകിയത്. ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? സമസ്ത കേരള ജമിയത്തുലമയാണോ പ്രശ്നമുണ്ടാക്കുന്നത്? സമസ്തയുടെ ഉസ്താദുമാർ ക്ഷമിച്ചതാണോ തെറ്റ്? സമസ്തയുടെ ഉസ്താദുമാർ വിട്ടുവീഴ്ച ചെയ്തതാണോ തെറ്റ്? സമസ്തയുടെ ഉസ്താദുമാർ നിരന്തരമായി അതിനുവേണ്ടി ക്ഷമിച്ച് സഹിച്ച് കാത്തിരുന്നതാണോ തെറ്റ്? ആദരണീയരായ സമസ്തയുടെ അധ്യക്ഷൻ ഇവിടെ നേരത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ എന്തെല്ലാം തെറിയ വിക്ഷേപങ്ങൾ ചെയ്തു, അതെല്ലാം മറുക്കാം, അതെല്ലാം പൊറുക്കാം. എന്തെല്ലാം ആക്ഷേപങ്ങൾ ആദരണീയനായ MT ഉസ്താദിന് നേരെ നമ്മുടെ സാധാരണ കോളേജ് ക്യാമ്പസുകളിൽ കാണുന്ന പോലെ പാലക്കാട് വിക്ടോറിയ ക്യാമ്പസിൽ ഒരിക്കൽ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. പ്രിൻസിപ്പളിനെ അടച്ചുപൂട്ടി വിദ്യാർത്ഥികളെന്ന് ഇതുപോലെ ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ടതുപോലെ പർദ്ദ ധരിച്ച പെൺകുട്ടികൾ MT ഉസ്താദിനെതിരെ വിരൽ ചൂണ്ടി ആക്രോശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു.
പക്ഷെ ഉസ്താദുമാർ ക്ഷമിച്ചു. അതൊക്കെ പോകട്ടെ, അതൊന്നും ചർച്ചയിൽ വിഷയമല്ല. അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. കുട്ടികൾ വൈകാരികത കൊണ്ട് ചെയ്തായിരിക്കാം. കുട്ടികൾ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ ചെയ്ത അതൊന്നും ചർച്ച വേണ്ട. നമുക്ക് എന്ത് വേണം? ഇത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഇതിന്റെ പേരിൽ സമുദായത്തിൽ പ്രശ്നം ഉണ്ടാവരുത്. സമസ്ത ഐക്യകണ്ഠേന നിരുപാധികം അംഗീകരിച്ചു. ഇവരംഗീകരിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. പക്ഷേ സമസ്ത മുഷാവർക്ക് രേഖാമൂലം നൽകണമെന്ന് പറഞ്ഞപ്പോ രേഖാമൂലം നൽകിയത് ഈ രീതിയിൽ. പക്ഷെ അവിടെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ ഉസ്താദുമാരുടെ വിശാല മനസ്ക നിങ്ങൾ നോക്കൂ. ഉസ്താദുമാര് പറഞ്ഞു ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം, നമുക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഉസ്താദുമാർ വീണ്ടും അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാരുമായിട്ട് സാദാത്തുക്കളുമായിട്ട് ചർച്ചക്ക് ഇരുന്നു. ഇനിയും ഇരിക്കാനിരിക്കുകയാണ്. ഞാനത് വിശദീകരിച്ച് സങ്കീർണമാക്കുന്നില്ല. ഇനിയും അത് പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. പക്ഷേ നാം ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നൊരു മഹിതമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു അംഗീകാരവും സ്വീകാര്യതയും ഉണ്ട്. ഈ അംഗീകാരത്തെയും സ്വീകാര്യതയും ഇല്ലായ്മ ചെയ്യാനും ഇകഴ്ത്തിക്കളയാനും മോശമായി ചിത്രീകരിക്കാനും വില കുറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ പ്രവർത്തനങ്ങൾ. എന്തെല്ലാം കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തെറിയഭിഷേകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മതവിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരു മതവിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുമോ? മതവിരുദ്ധമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്ക് പറയാൻ പറ്റുന്ന എഴുതാൻ പറ്റുന്ന വാക്കുകളാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അവിടെയെല്ലാം ക്ഷമാപൂർവം നമ്മുടെ നേതൃത്വം കാത്തിരിക്കാൻ കാരണം എന്താണ്? ഇനിയൊരു ഭിന്നിപ്പ്, ഇനിയൊരു അനൈക്യം, ഇനിയൊരു കലുഷിതമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. പക്ഷേ തന്ത്രപരമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്തുള്ള അതുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ട തീർത്തും സംഘടനാപരമായ ആഭ്യന്തരമായ ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെട്ട സമാധാനപരമായ അന്തരീക്ഷം കൈവരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാതിരിക്കാൻ വളരെ ബോധപൂർവം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, സമസ്തയും പാണക്കാട് സാദാത്യങ്ങളും എന്തോ പ്രശ്നമുണ്ട് എന്നൊരു കെട്ടുകഥ മനഞ്ഞുണ്ടാക്കി വളരെ ബോധപൂർവമായ വ്യാപകമായ കുപ്രചരണങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയും മുസ്ലിം ലീഗും ഒരു പ്രശ്നമുണ്ടായാൽ അതിന് ലാഭമാർക്കാണ്? ഈ പ്രചരിപ്പിക്കുന്നവർ അതുകൂടി ചിന്തിക്കണ്ടേ. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ ആർക്കാണ് അതിന് ലാഭം? എന്തായാലും ആ പ്രശ്നത്തിന്റെ ലാഭം സമസ്തക്കും കിട്ടില്ല, മുസ്ലിം ലീഗിനും കിട്ടില്ല. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ സംഘർഷമുണ്ടായാൽ, അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ലാഭം ഈ രണ്ട് സംഘടനക്കും ലഭിക്കില്ലെന്ന് മാത്രമല്ല, രണ്ട് സംഘടനക്കും അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ രണ്ട് സംഘടനയും അത്തരം ഒരു പ്രശ്നത്തിൽ നിൽക്കില്ല എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ആർക്കും അറിയാം. ആദരണീയരായ പാണക്കാട് സാദാത്തുക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും രീതിയിൽ മോശമാക്കുമോ? ഏതെങ്കിലും രീതിയിൽ അവരെ ചെറുതാക്കാൻ ശ്രമിക്കുമോ? അവരെ ആദരിക്കണമെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലേ? ഇന്ന് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നയമെന്താണ് അഹ്ലുൽ ബൈത്തിനെ കുറിച്ച്? ഈ വീരവാദം മുടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ നയമെന്താണ് അഹ്ലുൽ ബൈത്തിനെ കുറിച്ച്? ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഈ സാദാത്തുക്കളെ കുറിച്ച് എന്തു പറയുന്നു? അവരൊക്കെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പുതിയ വാദങ്ങളുമായി കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ആദരണീയരായ പാണക്കാട് സാദാത്തുക്കളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധത്തെ തകർക്കാൻ ഏത് ബിദഈ പ്രസ്ഥാനങ്ങൾ വിചാരിച്ചാലും കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സംഭവമില്ല. പക്ഷേ ഒരു കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കി യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കിടയിൽ സംഘർഷവും ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടുകൊണ്ട് പല ആളുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് വിമർശിക്കുന്നു. ആ വിമർശനം ദയവായിട്ട് അവസാനിപ്പിക്കണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ആ തെറ്റിദ്ധാരണകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയതുപോലെ പോകാൻ നിങ്ങൾ സൗകര്യമൊരുക്കണമേ എന്നാണ് വിനീതമായ അപേക്ഷ. കാരണം തെറ്റിദ്ധാരണ മൂലമാണ് അത്തരം ആക്രോശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ആക്രോശങ്ങളുടെ ശൈലി കേട്ടാൽ തന്നെ അറിയാം ഇദ്ദേഹത്തിന് കാര്യം തിരിഞ്ഞിട്ടില്ല.
അതിന് ശൈലി കേട്ടാലറിയാം കാര്യം തിരിഞ്ഞിട്ടില്ല, ആരൊക്കെയോ എന്തോ ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ്. അതുകൊണ്ട് ഇത്തരം നമ്മൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധാരണയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ഒരു മൂന്നാം കക്ഷി ഇടപെടുന്നുണ്ട്. ആ മൂന്നാം കക്ഷിക്കെതിരെ ജാഗ്രത പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും, നമ്മുടെ ഐക്യം തകർക്കപ്പെടുമെന്ന് എല്ലാവരും തിരിച്ചറിയണം. കാരണം ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് സാദാത്യങ്ങളും ഈ മൂന്ന് വിഭാഗത്തിനിടയിൽ അസ്വാരസ്യമുണ്ടായാൽ അതിന്റെ നഷ്ടം ഈ മൂന്ന് വിഭാഗത്തിനാണ്, അതിന്റെ ലാഭം മറ്റുള്ളവർക്കാണ്. മറ്റുള്ളവർക്ക് അതിൽ ലാഭം കൊയ്യാൻ അവസരമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞകാല കൂട്ടായ്മയെ പരിരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതേ ആളുകൾ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് കഴിഞ്ഞ 10 വർഷമായി പൊതുസമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ സുപ്രഭാതം പത്രം. ആ പത്രത്തിൽ എന്തൊരു പരസ്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ നേതൃത്വം ആ പത്രത്തിനുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പത്രമാണ്. അതങ്ങനെ ആരെങ്കിലും കൊണ്ടു നടക്കുന്ന പത്രമൊന്നുമല്ല. ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള പത്രമാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിന്റെ ചെയർമാൻ. ആ പത്രത്തിന് എന്തെങ്കിലും കുഴപ്പമോ പോരായ്മയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രാപ്തമായ ഒരു നേതൃത്വം അതിനുണ്ട്. അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് ആ പത്രത്തിന് പുതിയ ഫോർമുല ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് അതിന് നേതൃത്വമുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇതിന്റെ മറവിലൂടെ എങ്ങനെ ആ പത്രത്തെ തകർക്കാം എന്നൊരു ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2-3 മാസം മുമ്പാണ് നമ്മുടെ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നത്. ആ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയും. ആ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നപ്പോ നമ്മുടെ നേതാക്കന്മാർ, സമസ്തയുടെ ആലിമീങ്ങൾ ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു, നമ്മുടെ പത്രത്തിന്റെ ക്യാമ്പയിൻ വിജയിപ്പിക്കണം. സമസ്ത ആഹ്വാനം ചെയ്താൽ സ്വാഭാവികമായിട്ടും സമൂഹം അത് സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതിന്റെ ഗുണപരമായ ഫലമാണ് ആ പത്രത്തിന്റെ വളർച്ചയും പുരോഗതിയൊക്കെ കാണുന്നത്. ആ ക്യാമ്പയിൻ കാലയളവിൽ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ പത്രത്തെ പൂട്ടിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നത്. ആ പത്രം അവസാനിപ്പിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് പ്രവർത്തനം നടന്നത്. ഞാൻ ഒന്നുകൂടി കടന്നു പറയാം. മണ്ഡലം തലങ്ങളിൽ പ്രത്യേകമായ യോഗങ്ങൾ ചേർന്നുകൊണ്ട് മഹല്ല് ഭാരവാഹികളോട്, മദ്രസ ഭാരവാഹികളോട്, നാട്ടിലെ പൗരപ്രമുഖരോട് നിങ്ങൾക്ക് സാധ്യമാകുന്ന പ്രദേശങ്ങളിൽ അതിന്റെ ക്യാമ്പയിൻ തടസ്സപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏതെല്ലാം തലത്തിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പോയി. കൃത്യമായ അത്തരത്തിലുള്ള ആവശ്യപ്പെടലുകൾ ഉണ്ടായി. അതനുസരിച്ച് ഫീൽഡിൽ പല ആളുകളും പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആഹ്വാനം സമൂഹം സ്വീകരിച്ചു. വലിയ തോതിലുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിന് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പുണ്ടായത് ഇക്കഴിഞ്ഞ ക്യാമ്പ്. പക്ഷെ നമ്മുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ഹിദ്മത്ത് ചെയ്യുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന സാധാരണ പ്രവർത്തകന്മാർ, രക്ഷിതാക്കൾ, കാരണവന്മാർ, ആ പത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവർ ഈ കള്ളപ്രചരണത്തിൽ നിന്ന് കുടുങ്ങിയില്ല. അവരൊക്കെ വാർഷിക വരിക്കാരായി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ 10% വാർഷിക വർധനവിന്റെ കൂടുതലുണ്ടായി. ഇത് കണ്ടപ്പോഴേക്ക് ഒരു വല്ലാത്ത അപസ്മാരം ഇളകുമല്ലോ, സ്വാഭാവികമാണല്ലോ. കാരണം ഇത് പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ പിന്നെ കേൾക്കുന്ന എന്താണ്? ഇത് കഴിഞ്ഞ വർഷത്തെ അത്ര കോപ്പിയുടെ എണ്ണം എത്തിയെന്നല്ല കേൾക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% മാസവരിക്കാരല്ല, വാർഷിക വരിക്കാരുടെ എണ്ണം കൂടി എന്ന വാർത്തയാണ് കേൾക്കുന്നത്. അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഒരു പരസ്യം വന്നത്. പരസ്യത്തിൽ നമ്മൾ പിടിച്ചു, ഇതുമാണ് അവസാനിപ്പിക്കണമെന്നാണ്, ഇതുമാണ് അവസാനിപ്പിച്ചോളെന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൃത്യമായിട്ട് തിരിച്ചറിയണം, ജാഗ്രത പാലിക്കണം എന്നാണ് വിനീതമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ആർക്കും ആരെയും വിമർശിക്കാം, എന്ത് തെറിയും വിളിച്ചു പറയാം. പിന്നെ ആ തെറിക്ക് അതേപോലെ തെറി പറഞ്ഞ് മറുപടി പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മിണ്ടാതെ കേട്ടിരിക്കും. നമ്മൾ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് അവരെല്ലാം നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും ചെയ്യും, അത്ര നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ അറിയണം, ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതൃത്വം, ആ നേതൃത്വം സമൂഹത്തിൽ നേടിയെടുത്ത സ്വീകാര്യത,
ആ പ്രസ്ഥാനത്തിന് സമൂഹത്തോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ മാധ്യമം, ആ മാധ്യമത്തിന് സമൂഹത്തിനുണ്ടായിട്ടുള്ള സ്വീകാര്യത, ഇതിനെ രണ്ടിനെയും തകർത്താലേ ഇനി ഈ പ്രസ്ഥാനത്തെ ഒന്നടിച്ചൊതുക്കാൻ കഴിയൂ എന്ന ശത്രുവിന്റെ അജണ്ടയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഒരു നേതാവാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും പ്രവർത്തകന്മാരാണെങ്കിലും പത്രമാണെങ്കിലും പ്രസിദ്ധീകരണമാണെങ്കിലും എന്ത് പാളിച്ചകളുണ്ടെങ്കിലും എന്ത് തെറ്റുകളുണ്ടെങ്കിലും അതൊക്കെ തിരുത്താനും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനൊക്കെ പ്രാപ്തമായ നേതൃത്വം ഈ സംഘടനക്കുണ്ട്. അവരത് ഭംഗിയായിട്ട് നിർവഹിക്കും. അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങളിൽ നിന്നും വശംവദരാവാതെ സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ശക്തി പകർന്ന്, അതിന്റെ പോഷക സംഘടനകൾക്ക് ശക്തി പകർന്ന്, അതിന്റെ പോഷക സംഘടനകളുടെ പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി ചിഹ്ന ഭിന്നമാക്കി മറ്റു രീതിയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം. സമസ്തയും അതിന്റെ പോഷക സംഘടനകളെയും ശക്തിപ്പെടുത്തി സമസ്തയുടെയെ അതിന്റെ പോഷക സംഘടനകളുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളെ, മദ്രസ സംവിധാനങ്ങളെ, നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ എല്ലാ സംഘടനാ രംഗത്തെയും